ഓം ശാന്തി 3/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഏതൊരു പതീതമായ ദേഹധാരിയോടും ഇഷ്ടം തോന്നരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പാവനമായ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു ബാബയെ സ്നേഹിക്കണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് ഏതൊന്നിലൂടെ ഉപദ്രവം ഉണ്ടാകരുത്, എന്തുകൊണ്ട്? ഉത്തരം: നിങ്ങൾക്ക് തന്റെ ഈ പഴയ ശരീരം കൊണ്ട് അല്പം പോലും ഉപദ്രവം ഉണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം വളരെയധികം വിലപ്പെട്ടതാണ്. ആത്മാവ് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിച്ച് വളരെ വലിയ ലോട്ടറി നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലിരുന്നാൽ സന്തോഷത്തിന്റെ ടോണിക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ, ഇപ്പോൾ ദൂരദേശത്തിൽ വസിക്കുന്നവർ പിന്നീട് ദൂരദേശത്തിലെ യാത്രക്കാരുമാണ്. നമ്മൾ ആത്മാക്കളാണ്. ഇപ്പോൾ ദൂരദേശത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം നിങ്ങൾ കുട്ടികൾക്കേ അറിയൂ. നമ്മൾ ആത്മാക്കൾ ദൂരദേശത്തിൽ വസിക്കുന്നവരാണെന്നും മാത്രമല്ല, ദൂരദേശത്തിൽ വസിക്കുന്ന ബാബയെയും വിളിക്കുന്നുണ്ട്. വരൂ, വന്ന് ഞങ്ങളെയും ദൂരദേശത്തേക്ക് കൊണ്ടുപോകൂ. ഇപ്പോൾ ദൂരദേശത്തിൽ വസിക്കുന്ന ബാബ നിങ്ങൾ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആത്മീയ യാത്രക്കാരാണ്. കാരണം ഈ ശരീരത്തോടൊപ്പമല്ലേ. ആത്മാവാണ് യാത്ര ചെയ്യുന്നത്. ശരീരം ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. ബാക്കി ആത്മാവ് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ആത്മാവ് എങ്ങോട്ട് പോകുന്നു? തന്റെ ആത്മീയ ലോകത്തിലേക്ക്. ഇതാണ് ഭൗതിക ലോകം. അത് ആത്മീയ ലോകമാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എവിടെ നിന്നാണോ പാർട്ട് അഭിനയിക്കാനായി വന്നിട്ടുള്ളത്, ഇപ്പോൾ അവിടേക്ക് തിരികെ വീട്ടിലേക്ക് പോകണം. ഇത് വളരെ വലിയ മണ്ഡപം അല്ലെങ്കിൽ വേദി ആണ്. വേദിയിൽ പാർട്ട് അഭിനയിച്ചതിന് ശേഷം എല്ലാവർക്കും തിരികെ പോകണം. നാടകം പൂർത്തിയായാൽ മാത്രമല്ലേ തിരികെ പോകൂ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിയോഗം വീട്ടിലും രാജധാനിയിലുമാണ്. ഇത് പക്ക ആയി ഓർമ്മിക്കണം. കാരണം ഇങ്ങനെയൊരു മഹിമയുണ്ട്. അന്തിമ മനം എങ്ങനെയോ അതുപോലെ ഗതി എന്ന്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ശിവബാബയാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാം. ഭഗവാൻ ഈ പുരുഷോത്തമ സംഗമയുഗത്തിലല്ലാതെ നമ്മെ മറ്റൊരിക്കലും പഠിപ്പിക്കില്ല. മുഴുവൻ 5000 വർഷത്തിലും നിരാകാരനായ ഭഗവാൻ ഒരേ ഒരു പ്രാവശ്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പക്കാ നിശ്ചയമുണ്ട്. പഠിപ്പ് വളരെയധികം എളുപ്പമാണ്. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം. ഈ വീടിനോട് എല്ലാവർക്കും സ്നേഹമുണ്ട്. മുക്തിധാമിലേക്ക് പോകാനായി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം പോലും ആർക്കും അറിയുന്നില്ല. മനുഷ്യരുടെ ബുദ്ധി ഈ സമയം എങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ എങ്ങനെയായി തീർന്നിരിക്കുന്നു? എത്ര വ്യത്യാസമാണ്! നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി സ്വച്ഛമാണ്. മുഴുവൻ വിശ്വത്തിലെയും ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. നമുക്ക് പുരുഷാർത്ഥം ചെയ്ത് നരനിൽ നിന്ന് നാരായണനായി തീരണമെന്ന് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇവിടെ നിന്നും ആദ്യം നിങ്ങൾ വീട്ടിലേക്കാണല്ലോ പോകേണ്ടത്. അപ്പോൾ സന്തോഷത്തോടെ വേണം പോകാൻ. എങ്ങനെയാണോ സത്യയുഗത്തിൽ ദേവതകൾ വളരെയധികം സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നത്, അതുപോലെ ഈ പഴയ ശരീരത്തെയും സന്തോഷത്തോടെ വേണം ഉപേക്ഷിക്കാൻ. ഈ ശരീരത്തോട് ഒരിക്കലും ബുദ്ധിമുട്ട് തോന്നരുത്.
കാരണം ഈ ശരീരം വളരെയധികം വിലപിടിപ്പുള്ളതാണ്. ഈ ശരീരത്തിൽ തന്നെയാണ് ആത്മാവിന് ബാബയിൽ നിന്ന് ലോട്ടറി ലഭിച്ചത്. നമ്മൾ ഏതുവരെ പവിത്രമാകുന്നില്ലയോ അതുവരെയും വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ യോഗബലത്തിലൂടെ പാപങ്ങളുടെ ഭാരം ഇല്ലാതായി തീരൂ. ഇല്ലെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. തീർച്ചയായും പവിത്രമാകുക തന്നെ വേണം. ലൗകിക സംബന്ധത്തിൽ പോലും കുട്ടികൾ എന്തെങ്കിലും മോശമായ പതീത കാര്യം ചെയ്യുകയാണെങ്കിൽ അച്ഛൻ ദേഷ്യം വന്ന് വടികൊണ്ട് അടി നൽകാറുണ്ട്. കാരണം നിയമവിരുദ്ധമായി പതീതമാകുന്നു. ആരോടെങ്കിലും നിയമവിരുദ്ധമായ സ്നേഹം വെക്കുകയാണെങ്കിൽ അത് അച്ഛനമ്മമാർക്ക് നല്ലതായി തോന്നുകയില്ല. ഈ പരിധിയില്ലാത്ത അച്ഛൻ പറയുന്നു, നിങ്ങൾ ഈ പഴയ ലോകത്തിൽ ഇരിക്കേണ്ടതായി ഇല്ല. നിങ്ങൾക്ക് പുതിയ ലോകത്തേക്ക് പോകണം. അവിടെ വികാരിയും പതീതവുമായി ആരും തന്നെ ഇല്ല. ഒരേ ഒരു പതീത പാവനനായ ബാബ വന്ന് നിങ്ങളെയും ഇതുപോലെ പാവനമാക്കി മാറ്റുന്നു. ബാബ സ്വയം പറയുന്നു, എന്റെ ജന്മം ദിവ്യവും അലൗകികവും ആണെന്ന്. മറ്റേതൊരു ആത്മാവിനും എന്നെപ്പോലെ അല്പസമയത്തേക്ക് മാത്രം ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. മറ്റുള്ള ധർമ്മസ്ഥാപകരുടെ ആത്മാക്കളും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യം തന്നെ വേറെയാണ്. ബാബ വരുന്നത് തന്നെ നമ്മളെല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ധർമ്മസ്ഥാപകർ താഴെ തന്റെ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് മുകളിൽ നിന്ന് വരുന്നത്. ഞാൻ എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നു. പിന്നീട് എങ്ങനെ ആദ്യമാദ്യം പുതിയ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു തരുന്നു. ആ പുതിയ ലോകമായ സത്യയുഗത്തിൽ കൊറ്റികൾ, അതായത് വികാരി മനുഷ്യർ ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ ബാബ വരുന്നത് കൊറ്റികളുടെ ഇടയിലേക്കാണ്. പിന്നീട് നിങ്ങളെ ഹംസങ്ങളാക്കി മാറ്റുന്നു. നിങ്ങളിപ്പോൾ ഹംസമായി മാറുകയാണ്. മുത്തുകൾ മാത്രം പൊറുക്കിയെടുക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഈ ജ്ഞാനരത്നങ്ങൾ ലഭിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഈ ജ്ഞാനരത്നങ്ങൾ പൊറുക്കിയെടുത്ത് ഹംസമായി മാറുന്നു. എങ്ങനെയാണ് കൊറ്റിയിൽ നിന്ന് ഹംസമായി തീരുക എന്നത് ബാബ മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ നിങ്ങളെയും ഹംസമാക്കി മാറ്റുകയാണ്. ദേവതകളെ ഹംസമെന്നും അസുരന്മാരെ കൊറ്റികൾ എന്നും പറയുന്നു. ഇപ്പോൾ നിങ്ങൾ അഴുക്കുപേക്ഷിച്ച് മുത്തു പറക്കിയെടുക്കുകയാണ്. നിങ്ങളെ തന്നെയാണ് കോടിമടങ്ങ് ഭാഗ്യശാലികൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ കാലടിയിൽ കോടികളുടെ അടയാളമാണ് പതിഞ്ഞിരിക്കുന്നത്. കോടികളുടെ അടയാളം പതിയാനായി ശിവബാബയ്ക്ക് കാല് തന്നെ ഇല്ല. ശിവബാബയാണ് നിങ്ങളെ കോടിമടങ്ങ് ഭാഗ്യശാലിയാക്കി മാറ്റുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റാനാണ് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ളതാണ്. സ്വർഗം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എപ്പോൾ ഉണ്ടായിരുന്നു, ഇനി എപ്പോൾ ഉണ്ടാകും എന്നുള്ളതൊന്നും അറിയില്ല. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ പ്രകാശത്തിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റെല്ലാവരും അന്ധകാരത്തിലാണ്. ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെ എപ്പോൾ വിശ്വത്തിന്റെ അധികാരിയായി മാറി എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. 5000 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു, എങ്ങനെയാണോ നിങ്ങൾ പാർട്ടഭിനയിക്കാനായി വന്നത് അതുപോലെ ഞാനും വരുന്നു. നിങ്ങൾ ബാബയെ ക്ഷണിച്ചതാണ്. ഹേ ബാബ, ഞങ്ങൾ പതീതരെ പാവനമാക്കാനായി വരൂ. മറ്റാരോടും ഇതുപോലെ പറയില്ല. തന്റെ ധർമ്മസ്ഥാപകരോട് പോലും വന്ന് എല്ലാവരെയും പാവനമാക്കൂ എന്ന് പറയില്ല. ക്രിസ്തുവിനെയും ബുദ്ധനെയും ഒരിക്കലും പതിത പാവനൻ എന്ന് പറയില്ല. സദ്ഗതി ചെയ്യുന്നവരെയാണ് ഗുരു എന്ന് പറയുക. ധർമ്മസ്ഥാപകർ
താഴേക്ക് വരുമ്പോൾ അവരുടെ പിന്നാലെ ആ ധർമ്മത്തിലുള്ളവരെല്ലാം തന്നെ ഇറങ്ങി വരുന്നു. ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു തരുന്നത് സർവരുടെയും സദ്ഗതി ചെയ്യുന്ന അകാലമൂർത്തിയായ ഒരേ ഒരു ബാബയാണ്. വാസ്തവത്തിൽ സദ്ഗുരു എന്ന അക്ഷരം വളരെ ശരിയാണ്. സിഖ് ധർമ്മത്തിലുള്ളവരാണ് മറ്റെല്ലാവരെക്കാളും വളരെ ശരിയായ പദങ്ങൾ പ്രയോഗിക്കുന്നത്. വളരെ ഉച്ചത്തിൽ പറയുന്നു, സദ്ഗുരു അകാലനാണ്. ഉച്ചത്തിൽ ധ്വനി മുഴക്കിക്കൊണ്ട് സദ്ഗുരു അകാലമൂർത്തിയാണ് എന്ന് പറയുന്നു. മൂർത്തി അല്ലെങ്കിൽ ശരീരം തന്നെ ഇല്ലെങ്കിൽ എങ്ങനെ സദ്ഗുരുവായി മാറാൻ സാധിക്കും? എങ്ങനെ സദ്ഗതി നൽകും? ആ സദ്ഗുരു സ്വയം വന്ന് തന്റെ പരിചയം നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാനം ജന്മമെടുക്കുന്നില്ല. മറ്റെല്ലാം തന്നെ ശരീരധാരികളാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് അശരീരിയായ ആത്മീയ അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ഈ സമയത്ത് മനുഷ്യർ ചെയ്യുന്നതെല്ലാം തന്നെ തെറ്റായ കർമ്മങ്ങളാണ്. കാരണം രാവണന്റെ മതം അനുസരിച്ചാണല്ലോ. ഓരോരുത്തരിലും പഞ്ചവികാരങ്ങളാണ്. ഇപ്പോൾ രാവണ രാജ്യമാണ്. ഈ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ബാബ മനസ്സിലാക്കി തരുന്നു. ഇല്ലെങ്കിൽ മുഴുവൻ സൃഷ്ടിചക്രത്തെക്കുറിച്ചും എങ്ങനെ അറിയാനാണ്? ഈ ചക്രം എങ്ങനെ കറങ്ങുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? ബാബ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരൂ എന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ബാബ സ്വയമേ തന്നെ എല്ലാം മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ചോദ്യവും ചോദിക്കേണ്ടതായി വരുന്നില്ല. ഭഗവാനാണ് അച്ഛൻ. എല്ലാ കാര്യങ്ങളും സ്വയമേ കേൾപ്പിച്ചു തരിക, സ്വയമേ സർവ്വതും ചെയ്തു കൊടുക്കുക എന്നുള്ളത് അച്ഛന്റെ ജോലിയാണ്. അച്ഛൻ സ്വയമേ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു, ജോലിയിലും പ്രവേശിപ്പിക്കുന്നു. പിന്നീട് പറയുന്നു, 60 വയസ്സിന് ശേഷം സർവ്വതും ഉപേക്ഷിച്ച് ഭഗവാനെ ഭജിക്കൂ എന്ന്. വേദശാസ്ത്രങ്ങൾ പഠിക്കണം, പൂജ ചെയ്യണം. നിങ്ങൾ പകുതി കൽപ്പം പൂജാരിയായി മാറി പിന്നീട് പകുതി കൽപ്പത്തേക്ക് പൂജ്യരായി തീരുന്നു. എങ്ങനെ പവിത്രമായി തീരണം എന്നത് എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നീട് നിങ്ങൾ ഭക്തിയിൽ നിന്നും തീർത്തും മുക്തമാകുന്നു. മറ്റെല്ലാവരും തന്നെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജ്ഞാനം എടുത്തുകൊണ്ടിരിക്കുന്നു. അവർ രാത്രിയിലാണ്, നിങ്ങൾ പകലിലേക്ക് പോകുന്നു, അതായത് സ്വർഗത്തിലേക്ക്. ഗീതയിൽ എഴുതപ്പെട്ടിട്ടുള്ള മന്മനാഭവ എന്ന അക്ഷരം വളരെ പ്രശസ്തമാണ്. ഗീത വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ സഹജമായാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന്. മുഴുവൻ ആയുസ്സും ഗീത പഠിച്ചിട്ടു വന്നിട്ടും ഇതൊന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അതേ ഗീതയുടെ ഭഗവാൻ പഠിപ്പിച്ചു തരുന്നു. ഇതിലൂടെ പതീതത്തിൽ നിന്നും പാവനമായി തീരുന്നു. ഇപ്പോൾ നാം ഭഗവാനിൽ നിന്നും ഗീത കേൾക്കുന്നു, മറ്റുള്ളവർക്ക് കേൾപ്പിക്കുന്നു, പാവനമായി തീരുന്നു. ബാബയുടെ മഹാവാക്യമാണ് ഇത്. അതേ സഹജ രാജയോഗമാണ്. മനുഷ്യർ എത്ര അന്ധവിശ്വാസത്തിലാണ് മുങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം തന്നെ കേൾക്കുന്നില്ല. ഡ്രാമ അനുസരിച്ച് എപ്പോഴാണോ അവരുടെ ഭാഗ്യം തുറക്കുന്നത് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. മറ്റൊരു ധർമ്മത്തിലുള്ളവർക്കും നിങ്ങളെപ്പോലുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തന്നു, നിങ്ങളുടെ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. ബാബ ശരിയാണ് പറയുന്നത് എന്ന് നിങ്ങളും മനസ്സിലാക്കുന്നു. സത്യത്രേതായുഗത്തിലും കംസനും രാവണനും ഉണ്ടെന്നാണ് ശാസ്ത്രങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള സുഖത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ദേവതകളുടെ പൂജ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്തരുടെ ബുദ്ധിയിൽ ഇതൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ബാബ ചോദിക്കുന്നു, കുട്ടികളെ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ?
ഇങ്ങനെ അച്ഛൻ മക്കളോട് ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ലൗകിക അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഓർമ്മിപ്പിക്കാനുള്ള പുരുഷാർത്ഥം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടോ? ഇത് പരിധിയില്ലാത്ത അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ചക്രവർത്തി രാജാവായി തീരുന്നു. ആദ്യം നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, പിന്നീട് പാർട്ടധാരിയായി തിരിച്ചു വരണം. ഇത് പുതിയ ആത്മാവാണോ അതോ പഴയ ആത്മാവാണോ എന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പുതുതായി വന്ന ആത്മാവിന്റെ പ്രശസ്തി തീർച്ചയായും ഉണ്ടാകുന്നു. ഇപ്പോഴും നോക്കൂ, ചിലർക്ക് എത്ര പ്രശസ്തിയാണ്. പുതിയ ആത്മാക്കൾ വരുമ്പോൾ അവരിൽ പ്രഭാവമുണ്ടാകുന്നു. അവരുടെ അനുയായികൾ വർദ്ധിക്കുമ്പോൾ, അതായത് ശാഖോപശാഖകൾ ഉണ്ടാകുമ്പോൾ അവരുടെ മഹിമയും ഉണ്ടാകുന്നു. പക്ഷെ ഇവർക്ക് എന്തുകൊണ്ടാണ് പ്രശസ്തി ലഭിക്കുന്നത് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. പുതിയ ആത്മാവായതുകൊണ്ട് അവരിൽ ആകർഷണം ഉണ്ടാകുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എത്രയോ പേർ കപട ഭഗവാനായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മഹിമ. സത്യത്തിന്റെ തോണി ആടും ഉലയും, പക്ഷെ ഒരിക്കലും മുങ്ങുകയില്ല എന്ന്. ഭഗവാനാണ് തോണിക്കാരൻ. ധാരാളം കൊടുങ്കാറ്റുകൾ വരുന്നു. തോണിക്ക് കൊടുങ്കാറ്റടിക്കുമ്പോൾ കുട്ടികളും ഇളകിപ്പോകുന്നു. മറ്റുള്ള സത്സംഗങ്ങളിലും ധാരാളം പേർ പോകുന്നുണ്ട്. പക്ഷെ അവിടെ കൊടുങ്കാറ്റിന്റെ കാര്യം തന്നെ വരുന്നില്ല. ഇവിടെ അബലകളുടെ മേൽ ധാരാളം അത്യാചാരങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാലും സ്ഥാപനയുടെ കർത്തവ്യം ഉണ്ടാവുക തന്നെ വേണം. ബാബ മനസ്സിലാക്കി തരുന്നു, ഹേ ആത്മാക്കളെ, നിങ്ങൾ കാട്ടുമുള്ളായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് മുള്ള് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്കും മുള്ള് ഏൽക്കുന്നു. ഓരോ കാര്യത്തിനും അതിൻ്റെതായ തിരിച്ചടി ഉണ്ടാകുന്നു. അവിടെ, അതായത് സത്യയുഗത്തിൽ, ദുഃഖത്തിൻ്റെതായ മോശമായ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അതിനെ സ്വർഗമെന്ന് പറയുന്നത്. മനുഷ്യർ സ്വർഗം നരകം എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പറയുന്നു ഇന്നയാൾ സ്വർഗം പോകിയെന്ന്. പക്ഷെ വാസ്തവത്തിൽ ഇങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. നിരാകാരി ലോകത്തെ ഒരിക്കലും സ്വർഗമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുക്തിധാമമാണ്. അവർ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മുക്തിധാമം ആത്മാക്കളുടെ വീടാണെന്ന്. ശരീരത്തിന് ഇവിടെയുള്ള വീട് പോലെ. ഭക്തിമാർഗത്തിൽ വളരെ ധനവാന്മാർക്ക് എത്ര വലിയ ഭവനമാണ് ഉണ്ടാകുക. ശിവന്റെ ക്ഷേത്രം നോക്കൂ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ലക്ഷ്മി നാരായണന്റെയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ യഥാർത്ഥ ആഭരണങ്ങൾ ധാരാളമുണ്ടായിരിക്കും. വളരെയധികം ധനമുണ്ടാകുന്നു. ഇപ്പോൾ എല്ലാം തന്നെ കപടമായി കഴിഞ്ഞു. ആദ്യം നിങ്ങളും എത്ര നല്ല സത്യമായ ആഭരണങ്ങളായിരുന്നു അണിഞ്ഞിരുന്നത്. ഇപ്പോൾ ഗവൺമെന്റിനെ പേടിച്ച് യഥാർത്ഥമായ സ്വർണം ഒളിപ്പിച്ചുവെച്ച് അസത്യമായത് അണിയുന്നു. സത്യയുഗത്തിൽ സത്യമായതേ ഉണ്ടാവൂ. അസത്യമായത് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ സത്യമായത് ഉണ്ടായിട്ടും അതിനെ ഒളിപ്പിച്ചു വെക്കുന്നു. ഓരോ ദിവസം കൂടുന്തോറും സ്വർണം വില വർദ്ധിച്ചു വരുന്നു. അവിടെ സ്വർഗം തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് എല്ലാം തന്നെ പുതിയത് ലഭിക്കുന്നു. പുതിയ ലോകത്തിൽ സർവ്വതും പുതിയതായിരിക്കും. അളവറ്റ ധനമുണ്ടായിരിക്കും. ഇപ്പോൾ നോക്കൂ, ഓരോ വസ്തുക്കൾക്കും എത്ര വിലയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മൂലവതനം മുതൽക്കുള്ള സർവ്വ രഹസ്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. മൂലവതനത്തിന്റെ രഹസ്യം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. നിങ്ങൾക്കും ടീച്ചറായി തീരണം. ഗൃഹസ്ഥ വ്യവഹാരവും സംരക്ഷിച്ചോളൂ.
കമലപുഷ്പ സമാനം പവിത്രമായി ജീവിക്കണം. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റുകയാണെങ്കിൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്നവരെക്കാളും അവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കും. നമ്പർ വൈസാണ് പുറമേയുള്ളവർക്കും, അതായത് ഗൃഹസ്ഥത്തിലുള്ളവർക്കും വിജയമാലയിലെ മുത്തായി തീരാൻ സാധിക്കുന്നു. ഒരാഴ്ചത്തെ കോഴ്സ് നേടിയ ശേഷം പിന്നീട് വിദേശത്തേക്കോ എവിടേക്ക് പോയാലും ശരി, മുഴുവൻ ലോകത്തുള്ളവർക്കും സന്ദേശം ലഭിക്കണം. ബാബ വന്നിരിക്കുകയാണ്, പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. ഈ ബാബ തന്നെയാണ് മുക്തേശ്വരനും വഴികാട്ടിയും. നിങ്ങൾക്കവിടേക്ക്, അതായത് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ പത്രങ്ങളിലും നിങ്ങളുടെ പേര് വരും. മറ്റുള്ളവർക്കും ഈ കാര്യം വളരെയധികം സഹജമായി തന്നെ തോന്നും. ആത്മാവും ശരീരവും രണ്ടും രണ്ടാണ് എന്ന്. ആത്മാവിലാണ് മനസ്സും ബുദ്ധിയും, ബാക്കി ശരീരം ജഡമാണ്. പാഴ്ട്ടുധാരി ആത്മാവാണ്. വിശേഷതയുള്ളത് ആത്മാവിലാണ്. അപ്പോൾ ബാബയെ ഓർമ്മിക്കണം. എത്രത്തോളം പുറമേയുള്ളവർ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ഇവിടെയുള്ളവർക്ക് സാധിക്കുന്നില്ല. ആരാണോ വളരെ നന്നായി ഓർമ്മിക്കുന്നത്, മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി തീർക്കുന്നത്, മുള്ളുകളെ പുഷ്പങ്ങളാക്കുന്നത്, അവരാണ് ഉയർന്ന പദവി നേടുക. നിങ്ങൾ മനസ്സിലാക്കുന്നു, ആദ്യം നമ്മളും മുള്ളുകളായിരുന്നു. ഇപ്പോൾ ബാബയുടെ ആജ്ഞയാണ്, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഇതിന്മേൽ വിജയം പ്രാപ്തമാക്കുകയാണെങ്കിൽ നിങ്ങൾ ജഗജ്ജീത്തായി തീരുന്നു. പക്ഷേ ഇത്രയും കാലം എഴുതപ്പെട്ടത് വായിച്ചതിലൂടെ ഒന്നും ആരും തന്നെ ഒന്നും മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണ് ബാബ എല്ലാം തന്നെ മനസ്സിലാക്കി തരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം പെറുക്കുന്ന ഹംസമായി തീരണം. മുത്തുകൾ മാത്രം പെറുക്കിയെടുക്കണം. ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന കോടിമടങ്ങ് ഭാഗ്യശാലിയായി മാറണം. 2. ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടി ടീച്ചറായി മാറി വളരെയധികം പേരുടെ സേവനം ചെയ്യണം. കമലപുഷ്പ സമാനം പവിത്രമായിരുന്നതുകൊണ്ട് തനിക്ക് സമാനമാക്കി മാറ്റണം. മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റണം. വരദാനം: എന്റെ, നിന്റെ എന്ന ചഞ്ചലതകളെ സമാപ്തമാക്കി ദയാഭാവന കാണിക്കുന്ന ദയാസമ്പന്നരായി ഭവിക്കട്ടെ. സമയം ചെല്ലുന്തോറും എത്ര ആത്മാക്കളാണ് ദുഃഖത്തിന്റെ തിരമാലകളിൽ പെടുന്നത്. പ്രകൃതിയുടെ ഒരൽപ്പം ഇളക്കം വന്നാൽ, ആപത്ത് വന്നാൽ അനേകം ആത്മാക്കൾ പിടയുന്നു. കനിവ്, ദയ യാചിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കളുടെ വിളി കേട്ട് ദയയുടെ ഭാവന കാണിക്കൂ. പൂജ്യ സ്വരൂപരും ദയാസമ്പന്നരും ആകൂ. സ്വയത്തെ സമ്പന്നമാക്കി മാറ്റൂ. എങ്കിൽ ഈ ദുഃഖത്തിന്റെ ലോകം സമ്പന്നമാകും. ഇപ്പോൾ പരിവർത്തനത്തിന്റെ ശുഭഭാവനയുടെ അലകൾ തീവ്രഗതിയിൽ വ്യാപിപ്പിക്കൂ. എങ്കിൽ എന്റെ, നിന്റെ എന്ന ചഞ്ചലതകൾ സമാപ്തമാകും. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പങ്ങളാകുന്ന ചുറ്റിക കൊണ്ട് സമസ്യകളാകുന്ന കല്ലിനെ പൊട്ടിക്കുന്നതിന് പകരം ഹൈ ജമ്പ് ചെയ്ത് സമസ്യകളാകുന്ന പർവ്വതത്തെ മറികടക്കുന്നവരാകൂ. ഓം ശാന്തി.